ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള മുൻ മേധാവി ഹസൻ നസ്രുള്ളയുടെ സംസ്കാരം ഫെബ്രുവരി 23 നടക്കുമെന്ന് നിലവിലെ ഹിസ്ബുള്ള മേധാവി അറിയിച്ചു. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട് ഏകദേശം 5 മാസത്തിന് ശേഷമാണ് ഹിസ്ബുള്ള മേധാവിയുടെ പ്രഖ്യാപനമെന്നത് ശ്രദ്ധേയമാണ്. ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 30 വർഷത്തിലേറെയായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ച നസ്രുള്ള സെപ്റ്റംബർ 27 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തെ തുടർന്നാണ് കൊല്ലപ്പെടുന്നത്. തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നസ്രുള്ള കൊല്ലപ്പെടുന്നത്. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നസ്രുള്ള കൊല്ലപ്പെട്ടത്. മതപരമായ പാരമ്പര്യമനുസരിച്ച് അദ്ദേഹത്തിന് താൽക്കാലിക ശവസംസ്കാരം നടത്താൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പിൻഗാമി നയീം കാസിം ഞായറാഴ്ച ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. നസ്രുള്ള കൊല്ലപ്പെട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഉന്നത ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹാഷിം സഫീദുദ്ദീനും നസ്രുള്ളക്കും വേണ്ടി ഒരു വലിയ ശവസംസ്കാര ഘോഷയാത്ര നടത്താൻ സംഘം ഇപ്പോൾ തീരുമാനിച്ചതായും കാസിം അറിയിച്ചിട്ടുണ്ട്. നസ്രുള്ളയുടെ പിൻഗാമിയായി സഫീദുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് അദ്ദേഹവും കൊല്ലപ്പെട്ടുവെന്ന് കാസിം ഞായറാഴ്ച ആദ്യമായി സ്ഥിരീകരിച്ചു. നസ്രുള്ളക്കൊപ്പം സഫീദുദ്ദീനെയും അടക്കം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 29 ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡറായ കാസിമിനെ അതിൻ്റെ തലവനായി തെരഞ്ഞെടുത്തത്. നവംബർ അവസാനത്തോടെ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ളയും ഇസ്രായേലും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈനികർക്ക് പിൻവാങ്ങാൻ 60 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞ മാസം ഫെബ്രുവരി 18 വരെ നീട്ടിയിരുന്നു. ഹിസ്ബുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ലബനാന്റെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ ഇപ്പോഴും വ്യോമാക്രമണങ്ങൾ നടത്തിവരികയാണ്. ഇതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.